ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് RC പ്ലെയിനെ കൊണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ലല്ലോ. ഓക്കെ, സോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് RC പ്ലെയിൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയിനർ സീരീസിൽ പെടുന്ന ഒരു RC പ്ലെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് കാൽക്കുലേഷൻസിലേക്കാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് വലിയ വലിയ കാര്യങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസും പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ഫോർമുലാസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേഷൻ മാത്രമാണിത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതായത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആഫ്റ്റർ നോളജ് ഒരിക്കലും നല്ലതല്ലല്ലോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് കാൽക്കുലേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഒരു RC പ്ലെയിൻ്റെ ടോപ്പ് വ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഞാൻ മെൻഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വിങ്, സോ വിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെയാണ് വിങ് സ്പാൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണിത് എയറോഫോയിൽ ഷേപ്പ്. സോ എയറോഫോയിൽ ഷേപ്പ് വേണം നമുക്ക് പ്ലെയിൻ ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് എയറോഫോയിലിൻ്റെ ഫ്രണ്ട് പോർഷനെ ലീഡിങ് എഡ്ജ് എന്ന് പറയും, ബാക്കിലെ പോർഷനെ ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയും. ഇപ്പോൾ ഈ ലീഡിങ് എഡ്ജ് ടു ട്രെയിലിംഗ് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് കോഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്യൂഷലേജ്. സോ ഫ്യൂഷലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ്റെ ബോഡിക്കാണ് ഫ്യൂഷലേജ് എന്ന് പറയുക. സോ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, F1 F2 എന്ന്. അതെന്തിനാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് അപ്പോൾ എലിറോൺസ്. അതായത് നമ്മുടെ പ്ലെയിനെ ടർൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അത് കൺട്രോൾ സർഫേസ് ആണിത്. പിന്നെ ഇത് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ, പിന്നെ എലിവേറ്റർ, പിന്നെ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ. ഇത് ഇവിടെ തന്നെയാണ് റഡാർ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് കൺട്രോൾ സർഫേസസും പിന്നെ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള ഒരു ടേംസ്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് പോയിന്റ് നോക്കാം, ആസ്പെക്ട് റേഷ്യോ. സോ ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിനിൻ്റെ ഗ്ലൈഡിങ് പെർഫോമൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ പ്ലെയിന് ഇതേപോലെ എയറിൽ കൂടെ ഇങ്ങനെ എത്ര എഫക്റ്റീവ്ലി അത് ഫ്ലൈ ആവുമെന്ന്, അതായത് ഗ്ലൈഡ് ആവുമെന്ന് ആസ്പെക്ട് റേഷ്യോയിലാണ് അത് മനസ്സിലാവുക. അത് റേഷ്യോ ഓഫ് വിങ് സ്പാൻ ബൈ കോഡ് ലെങ്ത്, അതാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഈ ആസ്പെക്ട് റേഷ്യോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണത് ടു ഗ്ലൈഡിങ്. അതായത് ആസ്പെക്ട് റേഷ്യോ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഗ്ലൈഡിങ് പെർഫോമൻസും ഇൻക്രീസ് ആവും. അതാണ് ഇതിപ്പോൾ ബേസിക്കലി ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആസ്പെക്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ആസ്പെക്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു സ്പാൻ സ്ക്വയർ ബൈ വിങ് ഏരിയ. സ്പാൻ സ്ക്വയർ ബൈ വിങ് ഏരിയ, അതായത് നമ്മളിപ്പോൾ ഇവിടെ സ്പാൻ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സ്ക്വയർ ബൈ വിങ്ങിൻ്റെ ഏരിയ. സോ ഇത് ഇപ്പോൾ റെക്റ്റാങ്കുലർ വിങ് ആണ്. സോ റെക്റ്റാങ്കുലർ വിങ് ആയതുകൊണ്ട് റെക്റ്റാങ്കുലറിൻ്റെ ഏരിയ ഫോർമുല ഇടാം. സോ ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത്, സിൻസ് കാരണം റെക്റ്റാങ്കുലർ വിങ് ആണ്. സോ ആസ്പെക്ട് റേഷ്യോ ഇവിടെ സ്പാൻ സ്ക്വയർ ബൈ വിങ് ഏരിയ ആണല്ലോ. അപ്പം സ്പാൻ സ്ക്വയറിന് ഞാൻ സ്പാൻ ഇൻറ്റു സ്പാൻ എഴുതി, ഡിവൈഡ് ബൈ വിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, വിങ് സ്പാനായി. അപ്പോൾ സ്പാൻ ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് ഈ ബ്രെഡ്ത്ത് എന്ന് വെച്ചുമ്പോൾ കോഡ് ലെങ്ത് ആയി, അതായത് കോഡ് ലെങ്ത് ആയി. സോ ഈ സ്പാനും ഇവിടെ സ്പാൻ ക്യാൻസലായി. സോ സ്പാൻ ബൈ കോഡ് ലെങ്ത്, അതാണ് ആസ്പെക്ട് റേഷ്യോ. അതായത് വിങ് സ്പാൻ എന്ന് പറയുമ്പോൾ ബി ബൈ കോഡ് ലെങ്ത് സി, ബി ബൈ സി ആണ് ഇത് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മൾ ട്രെയിനർ പ്ലെയിൻ ആയതുകൊണ്ട് ഇതൊരു 5 to 7 ആയിരിക്കണം. ഈ ആസ്പെക്ട് റേഷ്യോ ഒരു 5 to 7 ആയിരിക്കണം. അത് 5 to 7 ആയിരിക്കണം ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ.
ഓക്കെ, അങ്ങനെ നമ്മൾ ആസ്പെക്ട് റേഷ്യോ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് വിങ് ലോഡിങ്. വിങ് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് ലോഡ് ദ വിങ് ക്യാൻ ടേക്ക്, എത്ര ലോഡ് നമ്മുടെ വിങ്ങിനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വിങ് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അപ്പ് വെയിറ്റ് ഓഫ് പ്ലെയിൻ, അതായത് ടോട്ടൽ വെയിറ്റ് ഓഫ് ദി പ്ലെയിൻ്റെ ടോട്ടൽ വെയിറ്റ്, അത് നമ്മളൊരു അപ്രോക്സിമേഷൻ എടുക്കണം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബാറ്ററി ഏതാ, അതിൻ്റെ വെയിറ്റ് എത്രയാണ്, മോട്ടർ ഏത്. അപ്പോൾ ഓൾ ഓവർ വെയിറ്റ് നമ്മളൊന്ന് അസംഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി വിങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അതായത് റെക്ടാങ്കുലർ വിങ് ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ആസ്പെക്ട് റേഷ്യോ പിന്നെ വിങ് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു മെയിൻ ആസ്പെക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി പ്രോപ്പറായിട്ടുള്ള കാൽക്കുലേഷൻസിലേക്ക് കിടക്കണം. കാൽക്കുലേഷൻസിലേക്ക് കിടക്കാൻ നേരത്ത് ഹാൻഡ് റൈറ്റിങ്ങിന് ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ ട്രൈപോഡ് ഇങ്ങനത്തെ ഒരു ആംഗിളിൽ വെച്ചുകൊണ്ട് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ആദ്യമേ നമ്മൾ വിങ് നമുക്കിങ്ങനെ വിങ് ഒരെണ്ണം ഫസ്റ്റ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഒന്നെങ്കിൽ വിങ് ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ടേം കൺസിഡർ ചെയ്യണം. ഇത് കോഡ് ലെങ്തായി, ഇത് എൻറ്റയർ ലെങ്ത് വിങ് സ്പാനായി. ഇതിലേതെങ്കിലും ഒരു ടേംസ് നമ്മൾ തന്നെ അസംഷൻ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ കോഡ് ലെങ്ത് അസംഷൻ ചെയ്യണം. ഞാനൊരു കോഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു സംതിങ് വാല്യൂ എടുത്തു. ഓക്കെ, അപ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് വിങ് സ്പാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലെങ്ത് വിങ് സ്പാൻ എന്ന് പറയുന്നത് 5 to 6 ടൈംസ് ഓഫ് കോഡ് ലെങ്ത് ആയിരിക്കും. അതായത് ഈ ലെങ്ത്ത് നമ്മളിപ്പം കോഡ് ലെങ്ത് നമ്മൾ അസംഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിങ് സ്പാൻ അത് 5 to 6 ടൈംസ് ഓഫ് കോഡ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിങ്ങിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂഷലേജാണ്. ഞാൻ ആദ്യം ഇവിടെ ഒരു പടത്തിൽ കാണിച്ചു. നമ്മൾ ഫ്യൂഷലേജിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, F1 F2. ഓക്കെ, ഈ ഫ്യൂഷലേജിൻ്റെ ഓൾ ഓവർ ലെങ്ത്, അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫ്യൂഷലേജ് എന്ന് പറയുന്നത് 70 to 75% ആണ്. 70 to 75% ഓഫ് സ്പാൻ, അതായത് ഓഫ് വിങ് സ്പാൻ. അതായത് ഈ ടോട്ടൽ വിങ് സ്പാനിൻ്റെ 70 to 75% ആയിരിക്കണം നമ്മുടെ ഓൾ ഓവർ ലെങ്ത്, അതായത് ഫ്യൂഷലേജിൻ്റെ ഓവറോൾ ലെങ്ത്ത്. ഓക്കെ, ഇനി നമ്മളിത് ഫ്യൂഷലേജിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ F1. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയറോഫോയിലിൻ്റെ, അതായത് വിങ്ങിൻ്റെ ലീഡിങ് എഡ്ജിൻ്റെ ഫ്രണ്ടിലേക്കുള്ളത്. ഓക്കെ, F1 എന്ന് പറയുന്നത് എപ്പോഴും ഒരു 1 to 1.5 ടൈംസ് ഓഫ് കോഡ് ലെങ്ത്. കോഡ് ലെങ്ത്തിൻ്റെ കോഡ് ലെങ്ത്തിൻ്റെ 1 to 1.5 ടൈംസ് ഉണ്ടാവണം. ഇനി ബാക്കിലേക്കുള്ളത്, അതായത് ട്രെയിലിംഗ് എഡ്ജിന് ടെൻഡ് വരെ ഉള്ളത്, അതായത് F2. F2 എന്നുള്ളത് 2 to 3 ടൈംസ് ഓഫ് കോഡ് ലെങ്ത്. ടോട്ടൽ ലെങ്ത് F is equal to 70 to 75% of wingspan. ഫസ്റ്റ് പോയിന്റ്. ഇനി ഫ്രണ്ട് ഹാഫിലേക്കുള്ള ലെങ്ത്, അതായത് F1 is equal to 1 to 1.5 ടൈംസ് ഓഫ് കോഡ് ലെങ്ത്. ഇനി ബാക്കിലേക്കുള്ളത്, അതായത് F2 is equal to 2 to 3 ടൈംസ് ഓഫ് കോഡ് ലെങ്ത്. ഫ്യൂഷലേജിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ ഫ്യൂഷലേജിൻ്റെ ഹൈറ്റ് അത് H is equal to 10 to 15% ഓഫ് ഫ്യൂഷലേജിൻ്റെ ലെങ്ത്. അതായത് ഈ ഫ്യൂഷലേജ് ലെങ്ത്തിൻ്റെ 10 to 15% ആയിരിക്കണം ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്.
അപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം. സോ ഫ്യൂഷലേജിൻ്റെ ഹൈറ്റ് h is equal to 10 to 15% of ഫ്യൂഷലേജിൻ്റെ ലെങ്ത്, അതായത് എഫിൻ്റെ 10 to 15%, അത് എഫിൻ്റെ 10 to 15%. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ 15 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ h is equal to എഫിൻ്റെ നമ്മളൊരു വാല്യൂ എടുത്തു, എഫ് ഇൻറ്റു 15/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് കിട്ടും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എലിറോൺ സൈസിങ്. സോ എലിറോൺ സൈസിങ് എന്ന് വെച്ചാൽ എലിറോൺസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സർഫേസ് ആണ്, അതായത് പ്ലെയിനെ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾ സർഫേസ്. സോ അതിൻ്റെ വിഡ്ത്ത് ഓഫ് ദി എലിറോൺ അതായത് W is equal to 1/8 times of കോഡ് ലെങ്ത്. അതായത് എലിറോൺസ് ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഇതാണ് എലിറോൺസ്, ഇതാണ് പ്ലെയിനിനെ ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺട്രോൾ സർഫേസ്. സോ ഇതിൻ്റെ സൈസിങ് ആണ്, അതായത് ഇതിൻ്റെ വിഡ്ത്ത്, അതായത് ഈ ഡിസ്റ്റൻസ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 1/8 ഓഫ് കോഡ് ലെങ്ത്ത്. ഡയറക്റ്റ് കോഡ് ലെങ്ത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്ത്ത് കിട്ടും. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെങ്ത്ത് നമ്മുടെ പ്ലെയിൻ്റെ വിങ്ങിൻ്റെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെങ്ത്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫ്യൂഷലേജിൽ തട്ടാത്ത പോലെ എൻറ്റയർ ലെങ്ത്ത് നമുക്ക് ലെങ്ത്ത് എടുക്കാം. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും നമ്മുടെ എലിവേറ്ററും. സോ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എത്ര ഉണ്ടാവണം, പിന്നെ നമുക്ക് എലിവേറ്ററിൻ്റെ ഏരിയ എത്ര വേണം, അത് നമുക്ക് കണ്ടുപിടിക്കാം. സോ എലിവേറ്റേഴ്സ് ആൻഡ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ. സോ അതായത് ഫസ്റ്റ് പോയിന്റ്, ഈ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ ഏരിയ, അതായത് ഈ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ ഫുള്ളിൻ്റെ ഏരിയ എത്ര വേണം നോക്കാം. സോ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു 15 to 20% ഓഫ് വിങ് ഏരിയ. അതായത് ഈ വിങ്ങിൻ്റെ 15 to 20% ആയിരിക്കണം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എലിവേറ്ററിൻ്റെ ഏരിയ 20 to 30% ഓഫ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ. അതായത് ഇവിടെ കിട്ടിയ വാല്യൂവിൻ്റെ 20 to 30% ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 15 to 20% ഓഫ് വിങ്ങിൻ്റെ ഏരിയ. ഇപ്പോൾ എലിവേറ്ററിൻ്റെ ഏരിയ 20 to 30% ഓഫ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ. ഇവിടെ കിട്ടിയതിൻ്റെ 20 to 30% ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലെങ്ത് അറിയണം. സോ ലെങ്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ, ലെങ്ത് ഓഫ് horizontal stabilizer, length of the horizontal stabilizer 30 to 45% of half of wingspan, അതായത് b/2. നമുക്കിനി ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ ലെങ്ത് നോക്കാം. അപ്പം ഈ ലെങ്ത്, അതായത് വിഡ്ത്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ
അപ്പോൾ നമുക്ക് ഏരിയ ഫോർമുല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത് അറിയാം, ഏരിയ അറിയാം. അപ്പോൾ അത് നമുക്ക് ബി, അതായത് വിഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് എലിവേറ്റർ. അപ്പോൾ എലിവേറ്ററിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 30% ഓഫ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ എലിവേറ്ററിൻ്റെ വിഡ്ത്ത് അത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഏരിയ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടോട്ടൽ ലെങ്ത് അറിയാം, അതായത് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, പിന്നെ അതിൻ്റെ ഏരിയ, നമുക്ക് എലിവേറ്ററിൻ്റെ ഏരിയ അറിയാം. അപ്പോൾ നമുക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അത് എല്ലും അറിയാം, എയും അറിയാം. അപ്പോൾ നമുക്ക് ബി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ നോക്കാം. സോ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, നമ്മൾ ഇപ്പോൾ യൂഷ്വലി നമ്മുടെ എല്ലാ പ്ലെയിൻസിലൊക്കെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും നമ്മുടെ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ വരുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ട്രയാങ്കുലർ ഷേപ്പാണ് എടുത്തത്. ഓക്കെ. സോ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പോർഷനാണ് വരിക. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ ഏരിയ നോക്കാം. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞത് 33% ഓഫ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ, അതായത് നമുക്ക് നേരത്തെ കിട്ടിയ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ 33% വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ ടോട്ടൽ ഏരിയ വേണ്ടിയത്. അപ്പോൾ നമുക്കൊരു ഏരിയ ഇങ്ങനെ കിട്ടി, ഒരു അപ്രോക്സ് വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഈ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ ടോട്ടൽ ഹൈറ്റ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ട്രയാങ്കുലർ ആണല്ലോ. അപ്പോൾ നമ്മൾ ട്രയാങ്കുലറിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിത് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, സിൻസ് ട്രയാങ്കുലറാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഹൈറ്റ്, അതായത് വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബി അറിയാം, അതായത് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും അത്. അപ്പോൾ നമുക്കിവിടെ ഏരിയ അറിയാം, 33% ഓഫ് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി നമുക്കറിയാം. അപ്പോൾ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് റഡാറിൻ്റെ ഏരിയ, അതിപ്പം ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ, അതിൻ്റെ ഏരിയ. അപ്പോൾ അതിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു 1/3 to 1/2 to 1/2 ടൈംസ് ഓഫ് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഏരിയ. അപ്പോൾ നമുക്ക് നമ്മുടെ റഡാറിൻ്റെ ഡയമെൻഷൻസ് അറിയണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് അറിയണം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏരിയ അറിയാം, അതായത് 1/3 to 1/2 ടൈംസ് ഓഫ് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ആണല്ലോ. അപ്പോൾ ഏരിയ അറിയാം. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി, കാരണം റെക്ടാങ്കുലർ വിങ് ആണ്. റെക്ടാങ്കുലർ വിങ് അല്ല, ഷേപ്പാണ് അതിനുള്ളത്. അപ്പോൾ നമുക്കത് ഹൈറ്റ് അറിയാം, എച്ച്, അതായത് L അറിയാം, നമുക്ക് ഏരിയ അറിയാം. അപ്പോൾ നമുക്ക് ബി കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് കിട്ടി. ഇനി അടുത്തത് മെയിനായിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് CG. അതായത് ഈ പ്ലെയിനിൻ്റെ വെയിറ്റ് എല്ലാം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ബാലൻസ് ആവുന്ന ഒരു പോയിൻ്റാണ് അത് CG എന്ന് പറയാം. അപ്പോൾ ഈ പൊസിഷൻ വെച്ചിട്ടാണ് പ്ലെയിനിൻ്റെ ഇപ്പോൾ പിച്ചപ്പ് ആകുമ്പോഴത്തേന് പിവോട്ടാണ് പോയിൻ്റാണത്. അപ്പോൾ ഇതെപ്പോഴും 25 to 33% ഓഫ് കോർഡ് ലെങ്ത് ഫ്രം ലീഡിങ് എഡ്ജ്, അതായത് എയർഫോയിലിൻ്റെ മുമ്പിലത്തെ ഷേപ്പിൽ നിന്ന് 25 to 33% ലെങ്ത്ത്. അങ്ങനെ നമ്മളിത് ബേസിക് ആയിട്ടുള്ള RC പ്ലെയിൻ്റെ കാൽക്കുലേഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു പ്ലെയിൻ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ബേസിക് മാത്രമാണ്. അപ്പോൾ ഒരു പ്ലെയിൻ ഡിസൈൻ ചെയ്യുമ്പം RC പ്ലെയിൻ ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളത്, എല്ലാവർക്കും നമുക്ക് മനസ്സിലാകാനും നമുക്ക് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് തുടങ്ങുന്നവർക്ക് ഒരു ചെറിയൊരു ഇതിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള മാത്ത് കാൽക്കുലേഷൻസ് മാത്രമാണ് ഇതൊക്കെ. ഓക്കെ. അപ്പോൾ ഈ മെയിനായിട്ടുള്ളത് ഈ 14 പോയിൻ്റ് ഓർത്ത് വെക്കുക, ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. അപ്പം അതുവരെയും ഇറ്റ്സ് മീ അഭിലാഷേസ് സൈനിങ് ഔട്ട്. ബൈ ബൈ.